ന്യൂയോർക്ക് സിറ്റി രാഷ്ട്രീയത്തിൽ വൻ നയതന്ത്ര ചർച്ചകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും വഴിവെച്ചുകൊണ്ട് മേയർ സൊഹ്റാൻ മംദാനി നഗരത്തിലെ ജൂതമത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മംദാനിയുടെ മുൻകാല ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനകളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും വൻ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രമുഖ റബ്ബിമാരുടെ സംഘവുമായി അദ്ദേഹം അടച്ചിട്ട മുറിയിൽ നിർണായക ചർച്ച നടത്തിയത്. തങ്ങളുടെ ആശങ്കകൾ മേയറെ നേരിട്ടറിയിക്കുകയും ഇസ്രയേൽ വിരുദ്ധ പ്രചാരണങ്ങളിൽ അയവ് വരുത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്യാനാണ് ജൂത നേതാക്കൾ ഈ കൂടിക്കാഴ്ച ഉപയോഗപ്പെടുത്തിയത്. വർദ്ധിച്ചു വരുന്ന ആന്റി സെമിറ്റിസം അഥവാ ജൂതവിരുദ്ധ വികാരങ്ങളെ കുറിച്ചുള്ള നഗരവാസികളുടെ ഭയമാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ആധാരം. അന്താരാഷ്ട്ര തലത്തിൽ ഗാസയിലും പശ്ചിമേഷ്യയിലും കടുത്ത യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ ന്യൂയോർക്ക് നഗരത്തിനുള്ളിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തുക എന്നത് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. ഈ ഘട്ടത്തിൽ നഗരത്തിലെ വലിയൊരു ശതമാനം വരുന്ന ജൂത സമൂഹത്തിന്റെ സുരക്ഷയും വിശ്വാസവും വീണ്ടെടുക്കാൻ മേയർ പ്രതിജ്ഞാബദ്ധനാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മംദാനി നഗരത്തിലെ ജൂത സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തനിക്കുള്ള ഉറച്ച നിലപാട് വ്യക്തമാക്കി. നഗരത്തിൽ എല്ലാവരും ഒരുപോലെ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും ആരെയും മാറ്റി നിർത്തുന്ന ഭരണരീതിയല്ല തന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇസ്രയേലിന്റെ സൈനിക നയങ്ങൾക്കെതിരെ താൻ നടത്തുന്ന രാഷ്ട്രീയ വിമർശനങ്ങളും ആന്റി സെമിറ്റിസവും രണ്ടാണ്. ഈ മുൻ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ MAGA കേന്ദ്രങ്ങളും ട്രംപ് അനുകൂലികളും മംദാനിക്കെതിരെ കടുത്ത ഭാഷയിലാണ് രംഗത്തെത്തിയത്. മംദാനിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ന്യൂയോർക്കിലെ ജൂത സമൂഹത്തെ കടുത്ത ഭീതിയിലാക്കുന്നുവെന്നും നഗരത്തിൽ ആന്റി സെമിറ്റിസം വളരാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരണമാകുന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മംദാനി ഇത്തരം തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് മംദാനി നൽകിയ തകർപ്പൻ മറുപടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത്. ന്യൂയോർക്കിൽ ജൂതന്മാർ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിന് നഗരത്തിന്റെ വൈവിധ്യത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും ഉയർത്തിക്കാട്ടി ഒറ്റ വരിയിൽ മംദാനി നൽകിയ മറുപടി MAGA ക്യാമ്പിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. തങ്ങൾ ഉന്നയിച്ച പ്രധാന ആയുധം തന്നെ മംദാനി കൃത്യമായ യുക്തിയിലൂടെ തകർത്തതിന്റെ ഞെട്ടലിലാണ് എതിരാളികൾ. പശ്ചിമേഷ്യൻ യുദ്ധവും ഇസ്രയേൽ പലസ്തീൻ വിഷയങ്ങളും അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘട്ടമാണിത്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നായ ന്യൂയോർക്കിൽ മേയറുടെ ഓരോ വാക്കും വലിയ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇസ്രയേൽ സർക്കാരിന്റെ നയങ്ങളെ പരസ്യമായി വിമർശിക്കുന്നതിൽ മംദാനി ഒട്ടും മടി കാണിക്കാറില്ല എന്നത് അദ്ദേഹത്തെ എപ്പോഴും വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുന്നു. റബ്ബിമാരുമായി നടന്ന കൂടിക്കാഴ്ചയിൽ നഗരത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജൂതവിരുദ്ധ അക്രമ സംഭവങ്ങളും ചർച്ചയായി. പള്ളികൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും നേരെയുണ്ടാകുന്ന പ്രകോപനങ്ങൾ തടയാൻ പോലീസിന്റെ പെട്രോളിംഗും സുരക്ഷയും ശക്തമാക്കണമെന്ന് റബ്ബിമാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച മേയർ കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മംദാനിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലവും പലസ്തീൻ അനുകൂല നിലപാടുകളും നഗരത്തിലെ പരമ്പരാഗത ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾക്കിടയിലും ഭിന്നതയുണ്ടാക്കി. ഇസ്രയേലുമായുള്ള അമേരിക്കയുടെ പരമ്പരാഗത ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന മംദാനിയുടെ ശൈലി പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കൾക്കും സ്വീകാര്യമല്ല. എങ്കിലും യുവതലമുറയിലെ വോട്ടർമാർക്കിടയിലും യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കിടയിലും മംദാനിക്ക് കടുത്ത പിന്തുണയാണുള്ളത്. നയതന്ത്രപരമായ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ മംദാനി തയ്യാറാകുന്നില്ല എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളെയും വംശീയ അധിക്ഷേപങ്ങളെയും കൃത്യമായി വേർതിരിച്ചു കാണിക്കാൻ അദ്ദേഹം കാണിക്കുന്ന മെയ്വഴക്കം ശ്രദ്ധേയമാണ്. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നടപടികളെ വിമർശിക്കുന്നത് ജൂത ജനതയ്ക്ക് എതിരല്ലെന്ന വാദം അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ ചർച്ചകളെ കവർ ചെയ്യുന്നത്. ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ മംദാനിയുടെ പ്രസ്താവനകളെ വിമർശിക്കുമ്പോൾ പ്രോഗ്രസീവ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നു. നഗരത്തിലെ ആഭ്യന്തര ക്രമസമാധാനവും വിദേശ നയങ്ങളോടുള്ള പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ പ്രതികരണവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ന്യൂയോർക്ക് നഗരവാസികൾക്കിടയിൽ കടുത്ത ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ വിഷയങ്ങൾക്ക് സാധിച്ചു.
ഒരു വിഭാഗം ജനങ്ങൾ മേയറുടെ സുതാര്യമായ നിലപാടുകളെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം നഗരത്തിന്റെ പരമ്പരാഗത സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഈ ഭിന്നത പ്രതിഫലിക്കുമെന്നും ഉറപ്പാണ്. ട്രംപ് ക്യാമ്പും ജാക്ക് പോയോബിക് പോലുള്ള പ്രമുഖ MAGA പ്രചാരകരും മംതാനിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത. ന്യൂയോർക്കിനെ ഒരു അപകടകാരിയായ നഗരമായി ചിത്രീകരിക്കാനും മേയറുടെ ഭരണം പരാജയമാണെന്ന് വരുത്തി തീർക്കാനും അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഇത്തരം ആസൂത്രിത ആക്രമണങ്ങളെ ഭയക്കാതെ കൃത്യമായി തെളിവുകളും യുക്തിയും നിരത്തി മറുപടി നൽകുന്ന ശൈലിയാണ് മംതാനി തുടരുന്നത്. ജൂത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ താൻ ചർച്ചകൾക്ക് എപ്പോഴും സന്നദ്ധനാണെന്ന സന്ദേശം നൽകാനും അതേസമയം തനിക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ലേബലുകളെ അനായാസം ചേർക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പശ്ചിമേഷ്യൻ അസ്ഥിരതകൾ ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ന്യൂയോർക്കിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് പോലും വിദേശ നയ നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. റബ്ബിമാരുമായുള്ള കൂടിക്കാഴ്ചയും തുടർന്നുണ്ടായ മാധ്യമ പ്രതികരണങ്ങളും സൊഹ്റാൻ മംദാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവാണ്. ആരോപണങ്ങളുടെ ശരമാരികൾക്കിടയിലും തന്റേതായ ഇടം കണ്ടെത്തുന്നതിലും എതിരാളികളുടെ ചോദ്യങ്ങൾക്ക് മൂർച്ചയേറിയ ഒറ്റമൂലി മറുപടികളിലൂടെ തിരിച്ചടിക്കുന്നതിലും മംദാനി വിജയിച്ചിരിക്കുകയാണ്.